നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നീറ്റ് 2024 നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് ഇന്ത്യയിലാകമാനം, അതുപോലെ ഇന്ത്യക്ക് പുറത്ത് 14 സെൻറ്ററുകളിലും മെയ് 5-ാം തീയതി 2 മുതൽ 5:20 വരെ നടക്കുന്നു. ഓൺലൈൻ ആപ്ലിക്കേഷൻ നമ്മുടെ NTA വെബ്സൈറ്റിൽ മാർച്ച് 16-ാം തീയതി വൈകുന്നേരം അവസാനിക്കുന്നു. ഫെബ്രുവരി 9-ാം തീയതിയാണ് നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ ആരംഭിച്ചത്. ആപ്ലിക്കേഷൻ ആരംഭിച്ച ആദ്യത്തെ 2 ആഴ്ച വിദേശത്ത് എക്സാം സെൻറ്റർ അനുവദിച്ചിരുന്നില്ല. അങ്ങനെ വിദേശത്തേക്ക് എക്സാം സെൻറ്റർ മാറ്റണം എന്ന് ആഗ്രഹമുള്ളവർക്കും കാറ്റഗറി ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്കും അപ്ലോഡ് ചെയ്ത ഇമേജുകൾ മാറ്റണം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തപ്പോൾ വന്ന ചെറിയ ചെറിയ തെറ്റുകൾ തിരുത്തണം എന്നൊക്കെയുള്ള വൺ ടൈം കറക്ഷൻ ഫെസിലിറ്റി മാർച്ച് 18, 19, 20 തീയതികളിൽ NTA വെബ്സൈറ്റിൽ ആരംഭിക്കുന്നു. ഏതാണ്ട് 25 ലക്ഷം കുട്ടികളാണ് ഇതിനോടകം NTA വെബ്സൈറ്റിൽ നീറ്റിനായി ഓൺലൈൻ അപ്ലൈ ചെയ്തത്. അവർക്കായിട്ടുള്ള ഒരു വൺ ടൈം കറക്ഷൻ ഫെസിലിറ്റിയാണ് മാർച്ച് 18, 19, 20 തീയതികളിൽ നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കറക്ഷൻസ് മാത്രം വരുത്തുവാൻ ശ്രദ്ധിക്കുക. നമുക്കറിയാം, എല്ലാ സെക്ഷനുകളും ഓപ്പണാണ്. നമ്മളുടെ കാൻഡിഡേറ്റിൻ്റെ പേര് മുതൽ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്യുന്ന ഇമേജുകൾ വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ കറക്ഷൻ ഫെസിലിറ്റിയിൽ വേണമെങ്കിൽ മാറ്റാം. പക്ഷേ നീറ്റിൻ്റെ ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോഴും അതിൻ്റെ പ്രവേശന സാധ്യതകളിലുമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് കാൻഡിഡേറ്റിൻ്റെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം, എക്സാം സെൻറ്റർ, അപ്ലോഡ് ചെയ്ത ഇമേജുകൾ എന്നിവയാണ്. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ കറക്ഷൻ വിൻഡോ ഉപയോഗിക്കുക. അതല്ലാതെ ചെറിയ കറക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എക്സാമിനെയോ അഡ്മിഷനെയോ ബാധിക്കുന്നതല്ല എന്നുണ്ടെങ്കിൽ വൺ ടൈം കറക്ഷൻ ഫെസിലിറ്റി ഉപയോഗിക്കണമെന്നില്ല. അതുപോലെ ആപ്ലിക്കേഷൻ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ യാതൊരുവിധ തെറ്റുമില്ല എന്ന് ഉറപ്പുള്ളവരും ഈ വൺ ടൈം കറക്ഷൻ ഫെസിലിറ്റിയിൽ ഇപ്പോൾ ലോഗിൻ ചെയ്ത് കയറുകയോ മാർച്ച് 18, 19, 20 തീയതികളിൽ എല്ലാ കുട്ടികളും ലോഗിൻ ചെയ്ത് കയറുകയോ ആപ്ലിക്കേഷൻ പരിശോധിക്കുകയോ ചെയ്യേണ്ടതില്ല. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തപ്പോൾ വന്ന തെറ്റുകൾ ഉണ്ട് എന്ന് ഉറപ്പുള്ളവർ മാത്രം വൺ ടൈം കറക്ഷൻ ഫെസിലിറ്റി ഉപയോഗിച്ചാൽ മതിയാകും. വൺ ടൈം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് മനസ്സിലായി കാണും. ഒരിക്കൽ മാത്രമേ നമുക്ക് തിരുത്താനാവുകയുള്ളൂ. ഇനിയൊരു തെറ്റ് നമ്മുടെ ആപ്ലിക്കേഷനിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത് തിരുത്താനുള്ള സമയം അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ലോഗിൻ വിൻഡോ ഉപയോഗിക്കുക. നമുക്ക് അശ്രദ്ധ മൂലം മറ്റൊരു തെറ്റ് വരുത്തി വെച്ചാൽ പിന്നീട് നമ്മുടെ എക്സാമിനെയോ അഡ്മിഷനെയോ അത് ബാധിക്കുന്നതല്ലെങ്കിൽ പോലും നാം അതിനെക്കുറിച്ച് ആകുലതയോടെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് വൺ ടൈം കറക്ഷൻ ഫെസിലിറ്റി വേണ്ടവർ മാത്രം ഉപയോഗിക്കുക. അതിനുശേഷം കാറ്റഗറി ചേഞ്ച് ചെയ്യാനായിട്ടോ എക്സാം സെൻറ്റർ ചേഞ്ച് ചെയ്യാനുള്ള യാതൊരുവിധ ആപ്ലിക്കേഷനും NTA സ്വീകരിക്കുന്നതല്ല. 20-ാം തീയതിക്ക് ശേഷം ഇതുപോലുള്ള കറക്ഷൻസ്, സാധാരണ എക്സാം സെൻറ്റർ ചേഞ്ച് ചെയ്യണം, കാറ്റഗറി ചേഞ്ച് ചെയ്യണം എന്നൊക്കെയുള്ള ധാരാളം ആപ്ലിക്കേഷൻസ് NTAക്ക് വരാറുണ്ട്. പക്ഷേ അതൊന്നും NTA അംഗീകരിക്കുകയില്ല. എല്ലാ ഡീറ്റെയിൽസും എഡിറ്റ് ചെയ്യാനുള്ള അവസരം 18, 19, 20 തീയതികളിൽ തന്നിട്ടുണ്ട്. എക്സാം സെൻറ്റർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് വിദേശത്തേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ഇന്ത്യയിലോട്ട് മാറ്റുകയോ ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. അതിനനുസരിച്ച് ആപ്ലിക്കേഷൻ ഫീസിൽ വ്യത്യാസമുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാനുള്ള സൗകര്യവും ഉണ്ടാകും. വിദേശത്താണെങ്കിൽ 9,500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. അപ്പം 1,700 രൂപ അടച്ച കുട്ടികൾക്ക് വിദേശത്തേക്ക് സെൻറ്റർ മാറ്റുകയാണെങ്കിൽ ബാക്കിയുള്ള ഫീസ് ഓൺലൈൻ മുഖാന്തരം അടയ്ക്കാം. കാറ്റഗറി ജനറലിൽ നിന്ന് OBCയിലോട്ട് മാറ്റുന്നവർക്ക് കൂടുതലായിട്ട് 100 രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് റീഫണ്ട് ചെയ്ത് ലഭിക്കുകയില്ല. എന്നാൽ OBCയിൽ നിന്നും ജനറലിലേക്കോ EWSയിൽ നിന്ന് ജനറലിലോട്ടോ ഒക്കെ ആപ്ലിക്കേഷൻ മാറ്റിക്കഴിഞ്ഞാൽ 100 രൂപ അഡീഷണലായിട്ട് അപ്പോൾ തന്നെ അടയ്ക്കേണ്ടതും ആണ്. അതല്ലാതെ വൺ ടൈം കറക്ഷൻ ഫെസിലിറ്റി ഉപയോഗിച്ചു എന്നുള്ളതുകൊണ്ട് പ്രത്യേക യാതൊരുവിധ രജിസ്ട്രേഷൻ ഫീസും അടയ്ക്കേണ്ടതായിട്ടില്ല. കാറ്റഗറി ചേഞ്ചോ എക്സാമിനേഷൻ സെൻറ്റർ ചേഞ്ച് ചെയ്തോ വരുമ്പോഴുള്ള ആപ്ലിക്കേഷൻ ഫീസിലുള്ള കൂടുതൽ എമൗണ്ട് മാത്രം അടച്ചാൽ മതിയാകും. കറക്ഷൻ വിൻഡോ ഉപയോഗിക്കേണ്ടത് എല്ലാ ഡീറ്റെയിൽസും, ഓൾ രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സിന് എല്ലാ ഡീറ്റെയിൽസും എഡിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതുപോലെ നമുക്ക് രജിസ്ട്രേഷൻ്റെ സമയത്ത് ആധാർ അപ്ഡേറ്റ് ചെയ്യാത്ത കുട്ടികൾക്ക് വേണമെങ്കിൽ ആധാർ ഒതൻറ്റിക്കേഷൻ, വീണ്ടും അത് ആധാർ ഒതൻറ്റിക്കേഷനുള്ള അവസരവുമുണ്ട്. ആധാർ ഇല്ലാതെ
രജിസ്ട്രേഷൻ വിൻഡോയിലോട്ട് കയറേണ്ടവർക്ക് വേണമെങ്കിൽ കുട്ടിയുടെ ആധാർ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ആധാറിൻ്റെ ഒതൻറ്റിക്കേഷൻ നടത്താനുള്ള സൗകര്യവും ഈ 18, 19, 20 തീയതികളിൽ ഉണ്ടാവും. നീറ്റിൻ്റെ എക്സാം സെൻറ്റർ അനൗൺസ്മെൻറ്റാണ് നമുക്ക് ഏപ്രിൽ 20 പ്രതീക്ഷിക്കുന്നത്. ഏപ്രിൽ 25 അഡ്മിറ്റ് കാർഡുകൾ വെബ്സൈറ്റിൽ വരികയും ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ച് എൻ്റർ ചെയ്യുകയും അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് മെയ് 5 വാലിഡ് ID പ്രൂഫുമായി എക്സാമിന് നമുക്ക് ഹാളിലേക്ക് പോകാം. നീറ്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെ ഇമേജുകൾ, ഫോട്ടോയും സിഗ്നേച്ചറും NTA പരിശോധിക്കുകയും ആവശ്യത്തിന് ക്ലാരിറ്റി ഇല്ലെങ്കിൽ, തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ മാത്രം അവ നമ്മളെ അറിയിക്കുകയും ഏപ്രിൽ 20 തിരുത്താനായിട്ട് ആവശ്യത്തിന് സമയം അനുവദിക്കുകയും ചെയ്യും. വൺ ടൈം കറക്ഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നത് നമ്മളായിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷനിൽ വരുത്തിയ തെറ്റുകൾ തിരുത്താനുള്ളതാണ്. അതല്ലാതെ നമ്മളുടെ എല്ലാവരുടെയും ആപ്ലിക്കേഷൻ പരിശോധിച്ച് NTA മാറ്റാൻ, എന്തെങ്കിലും ഡീറ്റെയിൽസ് മാറ്റണം, തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് മാറ്റാനുള്ള വിൻഡോ അല്ല. നമ്മളായിട്ട് വരുത്തിയ തെറ്റുകൾ മാറ്റാനുള്ള അവസരമാണ്. ഇതിനുശേഷം NTA ആകെ പരിശോധിക്കുന്നത് കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോയും സിഗ്നേച്ചറും മാത്രമാണ്. അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല എങ്കിൽ ഏപ്രിൽ 20 നമ്മളെ ഇമെയിൽ വഴിയും SMS വഴിയും ലോഗിൻ വിൻഡോയിലൂടെ അറിയിക്കുകയും മാറ്റാൻ ആവശ്യത്തിന് സമയം അനുവദിക്കുകയും ചെയ്യും. നീറ്റ് 2024 മെയ് 5 എഴുതുമ്പോൾ ഏറ്റവും നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന ആത്മാർത്ഥമായ ആശംസയോടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.